15 വർഷം സാറ് ഭരിക്കാനായിട്ട് കൂടി 15 കൊല്ലത്തിനിടയിൽ ഒരു വാക്ക് ഞങ്ങളുടെ പാവം പിടിച്ച കർഷകനെ കുറിച്ച് കേരളത്തിൽ ഇതുപോലെ ജനം കിടക്കുന്നെന്ന് സാർ ഇതുവരെ ഓർത്തില്ല. പക്ഷേ ഇതുപോലുള്ള മരണം ഉണ്ടാകുമ്പോൾ വന്ന് അനുശോചനം പറഞ്ഞ് വന്ന് അവരുടെ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ ആശ്വസിപ്പിച്ച് പോകുന്നത് കേൾക്കുന്ന ഒരു ഇമ്പമുണ്ട്. ഒരു MP വന്നല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു പോകുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മ മാത്രം പോരാ. അങ്ങനെ പാവപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ പോകുന്നുള്ളൂ. ഞാൻ അവിടുത്തെ തെങ്ങ് പെടുത്തിയപ്പം ബിജു നോക്കിയതും കണ്ടാണ്. ആ സമയത്താണ് ബിജു ആന മേളിൽ നിന്ന് ഓടി വന്ന് ബിജുവിനെ എടുത്തെറിഞ്ഞത്. ലൈറ്റ് വെട്ടം കണ്ടുകൊണ്ടായിരിക്കണം. ഞാൻ എന്നെ ആരും അറിയിച്ചില്ല. ഞാനിപ്പോഴും എല്ലാ രാജ്യത്തു നിന്നും ആള് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. എന്നോട് മിണ്ടിയില്ല. എനിക്ക് വയ്യാതിരിക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് സംഗതി അറിയുന്നത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആളില്ലാഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ കയറുന്നില്ല. അവൻ തന്നെ ഉള്ളായിരുന്നു. അവർക്ക് സുഖമില്ലാതൊക്കെ ആശുപത്രിയിലൊക്കെ കയറുന്നുകൊണ്ട് അവനിപ്പോൾ അങ്ങനെ വരുന്നില്ലായിരുന്നു. എന്നാലും ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒന്ന് വീട്ടിൽ വരെ വന്നേച്ചങ്ങ് പോകുന്നത്. ഇന്നലെ തലവേദന കൊണ്ട് ഞാനൊന്നും പൊളയുമായിരുന്നു. തലവേദന എനിക്കറിയാം. എൻ്റെ അപ്പച്ചനും ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ എനിക്ക് തലവേദന ഉണ്ടാകും. അല്ലാതെ എനിക്ക് തലവേദന അങ്ങനെ ഇല്ല. എനിക്ക് ഒരു വെങ്ങാനെ എറിഞ്ഞോടനെ അതിന് കേസാ. ജോലി കൊണ്ടിട്ടുള്ളൂ. മനുഷ്യൻ ജീവന് വിലയില്ല. മനുഷ്യൻ ജീവന് മൃഗത്തിനെ വിലയുള്ളൂ. എന്തെല്ലാം കൊടുത്താലും എനിക്ക് ആങ്ങളെ കിട്ടുമോ? ഇനി കിട്ടുകയല്ലോ. എൻ്റെ ഇളയ ആങ്ങളെ ഇവനാ ഈ ഓട്ടോ ഓടിച്ച് കുടുംബം നടത്തുന്നത്. കൊച്ചുങ്ങളുടെ ഭാവി അവന് കാണാത്തില്ല. നേരം 4 മണിയാകുമ്പോൾ മെട്ടാൻ ഇറങ്ങുന്ന ആ ഇറങ്ങുന്ന അവന് എത്ര അടുത്തെല്ലാം മെട്ട കേൾക്കുന്നറിയാം. അങ്ങനെ കുടുംബം പറ്റിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് നോക്ക് എന്ത് വിഷമോ. അവൻ്റെ അന്ത്യം ദൈവം ഇതാ പറഞ്ഞിരുന്നത്. കഷ്ടപ്പെടുന്നതിനൊരു കണക്കില്ല. കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട്. എന്നിട്ട് അവൻ്റെ ഗതി ഇതായി പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നത്. അവന്റെ മക്കളുടെ ഭാവി കാണാനൊത്തില്ല. ഞങ്ങൾ എത്ര പേര് മരിക്കണം? ഇവിടെ ഇതിനൊരു പ്രതിരോധം ഉണ്ടാകണം. നിങ്ങളത് നിയമം ഉണ്ടാക്കി തരികയല്ല. നിങ്ങളുടെയൊക്കെ പുറകെ കൊടിയും പിടിച്ച് ഞങ്ങൾ എത്രയോ വർഷമായി നടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു തീരുമല്ലേ? അതോ ഞങ്ങളെല്ലാം മരിച്ചു തീർന്നിട്ട് മാത്രമേ നിങ്ങൾ നിയമം ഉണ്ടാക്കി തരുവുള്ളൂ? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്നത്? 15 വർഷം സാറ് ഭരിക്കാനായിട്ട് കൂടി 15 കൊല്ലത്തിനിടയിൽ ഒരു വാക്ക് ഞങ്ങളുടെ പാവം പിടിച്ച കർഷകനെ കുറിച്ച് കേരളത്തിൽ ഇതുപോലെ ജനം കിടക്കുന്നെന്ന് സാർ ഇതുവരെ ഓർത്തില്ല. പക്ഷേ ഇതുപോലുള്ള മരണം ഉണ്ടാകുമ്പോൾ വന്ന് അനുശോചനം പറഞ്ഞ് വന്ന് അവരുടെ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ ആശ്വസിപ്പിച്ച് പോകുന്നത് കേൾക്കുന്ന ഒരു ഇമ്പമുണ്ട്. ഒരു MP വന്നല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു പോകുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മ മാത്രം പോരാ. ഇവിടെ ഫെൻസിങ് വലിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കോൺട്രാക്ടർമാരെടുക്കുകയില്ലെന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഞാനൊരു കാര്യം പറയാം. സ്നേഹമുള്ള എൻ്റെ MP-യോട് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. ഇനിയും ഇങ്ങനെ ഒരാപത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകാൻ ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ ഈ പ്രാവശ്യം തന്നെ വോട്ട് ബഹിഷ്കരണം ഞങ്ങൾ രാഷ്ട്രീയപരമായി പമ്പാവലി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കാൾ വ്യത്യസ്ത മേഖലയാണ് ഞങ്ങളുടേത്. പിന്നോക്ക മേഖലയായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MP ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്യും. 2 പേരെ കാണുമല്ല, 2 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. അന്നേരം സാർ വന്ന് ആശ്വാസം പറഞ്ഞു, ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് വളരെ കാര്യം. സത്യാഗ്രഹം വരുന്നു. ഇത് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാം. ഇത് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ കോന്നിയില് ഒരു കൃഷിക്കാരന് അവന്റെ വീടിന്റെ താഴെയാ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചവിട്ടിക്കൊന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഫോറസ്റ്റുകാർ ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ കിടങ്ങ് കുഴിക്കണം. ആനയ്ക്ക് കിടങ്ങാതിരിക്കാൻ പറ്റി. ഫോറസ്റ്റിന്റെ സൈഡിൽ ഫെൻസിങ് ഇല്ലാത്തടത്ത് ഫെൻസിങ് ഉണ്ടാക്കണം. ഇതൊന്നും ചെയ്യാതെ ഈ ആളുകളെ മരണത്തിന് മുന്നിൽ എറിഞ്ഞു കൊടുത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. അതെ, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇത് മാത്രമല്ല, അന്ന് കാട്ടുപോത്ത് ആക്രമിച്ച സമയത്ത് എടുത്ത കേസ് പിൻവലിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പം ഇതേക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. അതിന്റെ കൃഷിക്കാരുടെ കൂടെ തന്നെയാണ് അതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഞാനിവിടെ ഇത് മാത്രമല്ല, ഓരോ ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഇവരെ ഫോറസ്റ്റുകാർ കയറി കൃഷിക്കാരെ ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ. എത്രയോ ഇഷ്യൂ ഉണ്ടാകുന്നു. എത്ര കള്ളക്കേസ് എടുക്കുന്നു. എത്ര പാവപ്പെട്ടവരെ ഹരാസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ മരത്തിന്റെ വീട്ടിലോട്ട് കയറാൻ താഴ്ന്നു നിന്നൊരു മരത്തിന്റെ കമ്പ് മുറിച്ചപ്പോൾ വന്ന് കേസെടുത്താന്മാരാ. അപ്പം
ഒന്ന് കാട്ടാനയുടെയും കാട്ടുമൃഗത്തിന്റെ ആക്രമണം, അതിനേക്കാൾ വലിയ ആക്രമണമാണ് ഈ ഫോറസ്റ്റുകാരുടെ. ഇവന്മാരുടെ ഉപദ്രവം കൊണ്ടാണ് മനുഷ്യന് ജീവിക്കാൻ വയ്യാത്തത്. അതുകൊണ്ട് അതിനങ്ങനെ പാവപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ പോകുന്നുള്ളൂ. അല്ലാതെ ഇത് ഇന്നും അല്ല. പിന്നെ ഇതേ സംബന്ധിച്ച് ഈ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരു 15 തവണ പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട്. നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരും ഭരിക്കുന്നവരുമാണ് ഇത് ചെയ്യേണ്ടത്. ഈ നിയമം നമ്മളാരും ഉണ്ടാക്കിയ നിയമം അല്ല, അത് ഇപ്പം ഭരിക്കുന്നവരുണ്ടാക്കിയിരിക്കുന്ന ആ നിയമം മാറ്റണമെന്ന് ഒരു 15 വട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഓരോ ഇഷ്യൂവിലും ഇവിടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? ഒരു വീട്ടിൽ കിടക്കുന്ന പോട്ടെ, അവർക്ക് എങ്ങനെ ജീവിക്കുന്നത്? ഒരു സാധനം നട്ടു വളർത്താൻ പറ്റത്തില്ല. ഒന്നീ കാട്ടുപന്നി നശിപ്പിക്കും, അല്ലെ കാട്ടാന നശിപ്പിക്കും, അല്ലെ വന്യമൃഗം ഇറങ്ങും. മനുഷ്യന് ജീവിക്കാൻ വയ്യ. ഈ ആളുകളുടെ ജീവൻ ആണ് ഇട്ട് കളിക്കുന്നത്. അത് എന്നിട്ട് ഇവരെ ഇത്രയും ദയനീയാവസ്ഥ കഴിയുന്ന ആളുകളുടെ പേരിൽ എത്ര കേസാണ് ഈ ഫോറസ്റ്റുകാർ എടുക്കുന്നത്? അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തന്നെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഇതിങ്ങനെ ഓരോ ദിവസവും കാരണം ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രം സ്വന്തം സഹോദരന് വരുമ്പോഴേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. കാരണം കാട്ടുജീവി ഉണ്ടോ എന്നറിയണമെങ്കിൽ കാട്ടിലെ ജീവിയെ ഇവിടെ വെടിവെച്ചിടണം. അപ്പോഴറിയാം, അന്നേരം അറിയാം കാട്ടുജീവി ഉണ്ടോ എന്നറിയാം. ഞാനിവിടെ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വന്യമൃഗം എന്ന് പറഞ്ഞാൽ വനത്തിലുള്ളതാ. നാട്ടിലിറങ്ങി മനുഷ്യനെ ഉത്തരിക്കുകയും നാട്ടിൽ വന്ന് ഇതുണ്ടാക്കുകയും ചെയ്യുന്ന വന്യമൃഗമായിട്ട് കണക്കാക്കല്ലേ. വെടിവെച്ച് കൊല്ലണം, അല്ലാതെ എന്താ മാർഗം? ഇപ്പം പാട്ടുപന്നി നശിപ്പിക്കുന്നു പറഞ്ഞാൽ 50 കിലോമീറ്റർ ഉള്ളിൽ വന്ന് താമസിക്കുക. ആ വനമേഖലയിൽ നിന്ന് 40-50 കിലോമീറ്റർ ഉള്ളിൽ വന്ന് താമസിച്ച് മനുഷ്യൻ നട്ടു വളർത്തുന്ന മുഴുവൻ സാധനം നശിപ്പിക്കുക. ഇതിനെ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഏതിനേലും വെടിവെച്ചോ? ഒന്നും വെടിവെക്കുന്നില്ല. പരിശോധിക്കാൻ പോയിട്ട് ഇവിടെ ഗർഭമുണ്ടോന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊന്നും നടക്കുന്നില്ല, നിസ്സംഗതയാണ്. ഇതൊന്നും ഒരു ഗവൺമെന്റോ ഒരു സംവിധാനം ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇതേക്കുറിച്ച് എന്താ സംഭവിക്കുന്നത് അന്വേഷിക്കാൻ പോലും അറിയാത്തൊരു മന്ത്രിയും കൂടെ ഉണ്ട്. അയാളോട് പരാതി പറഞ്ഞ് മടുത്തു. ആദ്യമായിട്ട് മന്ത്രി ഇറക്കി വിടണം നിയമസഭയിൽ. ചുറ്റുപാട് ഒരു 4-5 കിലോമീറ്റർ എങ്കിലും ഫെൻസിങ് ഉണ്ടെങ്കിൽ ഒത്തിരി പരിഹാരമുണ്ട്. അതാ അത്യാവശ്യം. ആന ഇറങ്ങുന്ന പ്രദേശത്ത് കിടങ്ങ് കുഴിക്കണം. ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ വലിയ കിടങ്ങ് കുഴിക്കണം. ഇതിനൊക്കെയുള്ള പണവും സംവിധാനങ്ങളും ഉണ്ട്. അത് ഉപയോഗിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള തൊഴിലുറപ്പ് ചെയ്ത് കൊക്കോയ്ക്കകത്തൂടെ കിടന്ന് കാടും കളഞ്ഞ് കരിയിലെ മാന്തി നടക്കുന്നതിനേക്കാൾ നല്ലത് പൊതുവിൻ്റെതായ പണം, ഇന്ത്യ ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്നത് ഈ നാട്ടിൽ അതിൻ്റെതായ രീതി ചെയ്താൽ ഇവിടെ കിടങ്ങോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ആരും മുടക്കണ്ട. എത്ര പണം ചെലവഴിച്ചാലും കേന്ദ്ര അതാ അതിന്റെ സ്കീം. അതിനുവേണ്ടി കിടങ്ങ് ഉപയോഗിക്കുന്നതിനും മറ്റൊന്നും ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഇതിന് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഇതിന്റെ അകത്ത് തന്നെ ഇതിനൊക്കെ പണം വിനിയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ്. ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എവിടെയെങ്കിലും കൊണ്ട് സോളാർ ഫെൻസിങ് ഇട്ട് അവിടെ കാട് കയറിയാൽ മൂടി അത് ഫംഗ്ഷൻ ചെയ്യത്തില്ല. അതിന്റെ മുകളിൽ കൂടെ അതിന്റെ മുകളിൽ കൂടെ ഈ വന്യമൃഗീയ ഇത് അകത്ത് കയറുക, കാട്ടാനയൊക്കെ അകത്ത് കയറുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ചുറ്റുപാടുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കയറുകയല്ലേ. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ കണ്ണിമലയില് ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവള് വീട്ടിലിറങ്ങിയപ്പോൾ നിൽക്കുക കാട്ടാന്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ഇത് ഓരോ ആളുകളുടെയും ജീവിതത്തെ തകർത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകളെ, പാവപ്പെട്ടവനെ ഇവരുടെ ഈ പേട്ട് നിയമത്തിന് പിന്നെ വിട്ടുകൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. അത് അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. നോക്കിയിട്ടേ പോകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ അത് യാതൊരു നിങ്ങളെക്കാൾ കൂടുതൽ അക്കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ എല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പോയി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാട്ടാന ചവിട്ടിക്കൊന്ന് ആ വീട്ടിൽ പോയി. ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവർ താമസിക്കുന്നതിൻ്റെ താഴെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി താഴെ ഇതുണ്ട്, വെള്ളമുണ്ട്. മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്, ചവിട്ടിക്കൊന്ന്. എത്ര സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ കാട്ടുപോത്ത് കുത്തി 2 പേര് മരണമടഞ്ഞു. അവസാനം അവർക്ക് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന 10 ലക്ഷം, അതിൽ 5 ലക്ഷം വെച്ചുകൊണ്ട് 6 മാസം 1.5 വർഷം ഇരുന്നു. ബഹളം ഉണ്ടാക്കിയപ്പോഴും അതുപോലും കൊടുക്കുന്നത്. അപ്പം ഇവിടുത്തെ ഗവൺമെന്റിൻ്റെതായിട്ട് ഒന്നുമില്ല, ഒരു സഹായവും ഇല്ല. അപ്പൊ അങ്ങനെ പാവപ്പെട്ടവരെ ഇതിനു വേണ്ടി എറിഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് ചെയ്താലും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് മതി. എല്ലാവരും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വരിക. നമ്മളൊരു ധർണ അവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ അനൗൺസ്മെന്റ് അല്ല, ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എല്ലാവരും കൂടെ പോവാം. അതാ വേണ്ടത്. പരമാവധി ആളുകളെ കണമലയിലേക്ക് വരിക. നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. MLA MP എല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഫോറസ്റ്റ് സ്റ്റേഷനിലോട്ട് സമരത്തിന് പോവാം. എങ്ങനെ ഈ മേഖല എന്ന് പറയുന്നത് 3 വശവും ചുറ്റപ്പെട്ട വനമാണ്. ഞങ്ങൾ 75 വർഷമായി ഇവിടെ താമസമായിട്ട്. അന്ന് ഒന്നും ഇല്ലാത്ത ഒരു പ്രതിയായിരുന്നു ഇപ്പം.
ഞാൻ താമസിക്കുക എൻ്റെ മുറ്റത്ത് നേരെ അക്കരെ നിൽപ്പുണ്ട് ഒരു 5-10 ആന. ഞങ്ങൾ അവിടെ എക്കോയുടെ കീഴിൽ കുറച്ച് ഫെൻസിങ് ഇട്ടുകൊണ്ട് ഞങ്ങൾ അല്പം സുരക്ഷിതമായിട്ട് കഴിയുന്നു. പക്ഷെ ആന വന്നാൽ ഞങ്ങൾക്ക് ഉറക്കമില്ല. കഴിഞ്ഞ വർഷം എൻ്റെ 8 മൂട് തെങ്ങെടുത്തു. അവിടെ ഫെൻസിങ് ഇട്ടിപ്പം ഞങ്ങൾ ആന വന്നാൽ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഇനിയിപ്പം പണ്ടത്തെ കാലത്ത് വന്നതിനെക്കാട്ടി ദുരിതമായിപ്പോൾ ഇവിടെ. 1:30 ആകാറായപ്പോഴും ഒറ്റ ചിഹ്നം വിളി ആന ഭയങ്കര ശബ്ദത്തിൽ ചിഹ്നം വിളിച്ചപ്പോൾ ഞാൻ മുറ്റത്ത് ചാടി ആനയെ നോക്കിയിട്ട് ആനയെ കാണുന്നില്ല. അപ്പം ഇവിടുത്തെ ഡേസി എന്നെ വിളിച്ചു. ഡിസി ഇങ്ങോട്ട് ഓടി വീഴ്ചാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആന കെട്ടിയനെ കാണുന്നില്ലെന്ന്. അപ്പം ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേന് ഞങ്ങളുടെ വലിയ വെട്ടമില്ല. അപ്പം ചെറിയ വെട്ടത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പം ബിജു നിലത്ത് കിടക്കുന്നു. നോക്കിയപ്പം തന്നെ ജീവൻ പോയിട്ടുണ്ട്. ആനയെടുത്ത് അടിച്ചത് ബിജു നിലത്തിറങ്ങി ആനയെ അവിടുത്തെ തെങ്ങ് പെടുത്തിയപ്പം ബിജു നോക്കിയതും കണ്ടാണ്. ആ സമയത്താണ് ബിജു ആന മേളിൽ നിന്ന് ഓടി വന്ന് ബിജുവിനെ എടുത്തെറിഞ്ഞത്. ലൈറ്റ് വെട്ടം കണ്ടുകൊണ്ടായിരിക്കണം. അങ്ങനെ ആന അടിച്ചു കൊന്നു. ആന ഇന്നല്ല സ്ഥിരം നിരന്തരം ഇവിടെ ശല്യമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പ്ലാന്തടി പോലും വെട്ടാൻ പറ്റത്തില്ല. ഒരു ആന കയറി പ്ലാന്തടി വെട്ടേ തെങ്ങ് പറിച്ചാൽ പുല്ല് പറിക്കും. സർവ്വമാന സാധനങ്ങളും ആന കാട്ടുപന്നി സർവ്വമൃഗങ്ങളും നശിപ്പിച്ച് കളയാണ്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ നിവർത്തിയില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ വീട്ടിൽ കിടക്കുന്നത്. ഞങ്ങളൊക്കെ ചെറിയ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോയിരിക്കുകയാണ്. ഇവിടെങ്ങും ഇല്ല. അപ്പം പുള്ളിക്കാരനെയൊക്കെ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ അടുത്ത നാളെ ഇതായിരിക്കും സംഭവിക്കാൻ വന്നത്. ഇന്ന് ഇവിടെ ഈ ബിജുവും ഷാജാനും ഒക്കെ ഉള്ളു ഇവിടെ താമസക്കാരെ. ഇവർ രണ്ടുപേരേ ഉള്ളൂ ഏകദേശം ഉള്ളത്. പുള്ളിക്കാരൻ പുലിയുടെ ശല്യം. അപ്പം ഈ ആന എന്റെ വീടിന്റെ മുറ്റത്ത് പട്ടിക്കുണ്ടിന്റെ കീഴെ വന്നു പുലി. അന്ന് ഞാൻ അവിടെ നിന്ന് ഓടിച്ചോട്ട് ആ പോക്ക് പോയി ഇവിടെ വട്ടപ്പാറ പോയി ഒരു പട്ടിയെ പിടിച്ചത്. രാത്രി 1:30. നിരന്തരം ശല്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഞങ്ങൾക്കൊരു ഇനിയിപ്പം ഭർത്താവിനാണ് അടിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പം 10 ദിവസം കഴിയുമ്പോഴായിരിക്കും വിവരങ്ങൾ അറിയുന്ന ആൾക്കാരെ. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഈ വീട്ടിലെ സഹിതം 14ഓളം വീട്ടിലെ വളർത്തുനായ്ക്കളെ പുലി വന്ന് പിടിച്ചു. ഏകദേശം ഒരു 30 ദിവസം ആയിട്ടില്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരാൾ ടാപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ വയർക്കുന്ന പൊന്നച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ടാപ്പിങ്ങിന് അങ്ങോട്ട് പോയ സമയത്താണ് കടുവ വേറെ ഒരു മൃഗത്തെ പിടിച്ചിരിക്കുക. കഴിഞ്ഞ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും നിരന്തരമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ അതേസമയം നിങ്ങളുടെ ഒരു ഡെപ്യൂട്ടി ഇവിടെ വന്ന കൃഷിക്കാർ മുഴുവൻ പറയുന്നത് ഇവിടെ കരിയല അനങ്ങുമ്പോൾ ഇവിടെ വന്ന് കേസെടുക്കുക. ഒരു പാവപ്പെട്ടവരെ ചവിട്ടി കൊന്നിട്ട് ഒരൊറ്റ ആൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. കേസെടുക്കാൻ ഇവിടെ റെഗുലറായിട്ട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ദാക്ഷിണ്യത്തിന് കൃഷിക്കാരെ എറിഞ്ഞു കൊടുക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് എന്ത് തീരുമാനം എടുക്കുന്നുള്ള എന്നെ അറിയിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വനമേഖലയോട് ചേർന്ന് എത്ര ദിവസത്തിനകം കിടങ്ങുകളെടുത്ത് കാട്ടാന കടന്നു വരാത്ത സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും, ഫെൻസിങ് ഇടാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിയുമെന്നുള്ളത് എന്നെ അറിയിക്കുക. അതുവരെ ഞാനിവിടെ കാണും.